അപ്പോ ഇന്നലെ നമ്മള് സംസാരിച്ച് നിർത്തിയിടത്തുനിന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഇന്നലെ കയറാൻ പറ്റാതിരുന്ന കുറച്ച് ആളുകൾക്ക് വേണ്ടി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു ടെലി സെയിൽസിൽ വളരെ പ്രധാനമാണ്. എല്ലാ കാര്യത്തെയും പോസിറ്റീവായി കാണാൻ വേണ്ടി കഴിയണം, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണാൻ കഴിയണം. അതായത് നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിനെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ, നടക്കില്ല എന്നുള്ള ഒരു സെൽഫ് ഡൗട്ടോട് കൂടി, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് കരുതിയിട്ടാണ് പവിത്ര ഒരാളോട് ഫോണിൽ സംസാരിക്കുന്നെങ്കിൽ അയാൾ ഒരിക്കലും നമ്മുടെ ഷോപ്പിലേക്ക് വരാനോ അയാളുടെ കംപ്ലൈന്റ് സൊല്യൂട്ട് ചെയ്യാനോ ഒന്നും നമുക്ക് കഴിയില്ല. അപ്പൊ ആദ്യമായിട്ട് വേണ്ടത് എന്നെ കൊണ്ട് ഇത് പറ്റും, സെൽഫ് ഡൗട്ട് ഇല്ലാതെ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര റിജക്ഷൻ നേരിട്ടാലും, എത്ര റിജക്ഷൻ നേരിട്ടാലും ആ റിജക്ഷൻസിനെ ഒക്കെ നേരിടാനുള്ള ഒരു കെൽപ്പ് ഉണ്ടാവുക, പിന്നെയും ചിരിക്കുക എന്നുള്ളതാണ്. ആസിഫ് അലിയെ ഓർക്കുക എന്നുള്ളതാണ്. എത്ര അവഗണനകൾ നേരിട്ട് കഴിഞ്ഞാലും ടെലികോളർ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സാധനം. അപ്പൊ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷൻ വെച്ച് സംസാരിക്കുക. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ആളുകളുടെ ഇമോഷൻസിനെ, ഫീലിങ്ങിനെ തോന്നിപ്പിക്കുന്ന തരത്തിൽ. ഇപ്പൊ ഉദാഹരണത്തിന്, ഞാൻ ഇന്ന് എറണാകുളത്തൂടെ പോകുമ്പോൾ റോഡിന്റെ നിറം കറുത്ത കളറായിരുന്നു, അതിന്റെ നടുവിലൂടെ ഒരു വെള്ള വര ഉണ്ടായിരുന്നു, രണ്ട് സൈഡിലൂടെയും വാഹനങ്ങൾ പാഞ്ഞു പോകുന്നുണ്ടായിരുന്നു, അതിലൊരു വെള്ള കളറുള്ള സ്വിഫ്റ്റ് കാർ എന്റെ കണ്ണിൽ പെട്ടു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കറക്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇമോഷൻസ് വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് ഒരാൾക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണ്. ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്നത് ജോർജ് അറാഡിന്റെ തിയറിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സെയിൽസ്മാൻ എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, യു നോ ഹൗ ടു സെൽ യുവർ സെൽഫ്. ഒരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് നമ്മളെ വിൽക്കാൻ കഴിയണം. നമ്മളെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഫിഡൻസ് വെച്ചിട്ടാണ് വിൽക്കുക. രണ്ടാമത്തെ നമ്മുടെ കയ്യിലുള്ള നോളേജ് വെച്ചിട്ടാണ് നമുക്ക് വിൽക്കാൻ കഴിയുക. മൂന്നാമത്തെ നമ്മുടെ പ്രസന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഇപ്പം നസീറയുടെ കയ്യിൽ അറിവുണ്ടാവണം, ആ അറിവ് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവും ഉണ്ടാവണം, അതുപോലെ തന്നെ അത് കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടാവണം. അപ്പോഴാണ് പോപ്പുലർ ഗോൾഡിലേക്ക് വരുന്ന ആളുകൾ നസീറ എന്ന് പറയുന്ന ഒരു സ്റ്റാഫിനെ കാലങ്ങളോളം ഓർത്തു വെക്കുക. അപ്പോഴാണ് ഇനിയിപ്പോ അവിടെ ഓഫർ ഒക്കെ പറയുന്ന സമയത്ത് നസീറ പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വിശ്വാസം ഉണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ ഷോപ്പിൽ എന്ത് പ്രൊഡക്റ്റ് ആണോ വിൽക്കുന്നത് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായ അറിവുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് ആ പ്രൊഡക്റ്റിന്റെ USP, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ USP എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്. ഞാനും നിങ്ങളും ഒരു കച്ചവടം ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധവും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇന്നലത്തെ ഒരു ദിവസം നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു കമ്പനി, നമ്മുടെ കമ്പനിയോട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ സംസാരം കൊണ്ട് കഴിയണം. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഹിസ്റ്ററി എന്താണ്, നമ്മുടെ കമ്പനി ഉണ്ടായിട്ട് എത്ര കാലമായി, മറ്റുള്ള കമ്പനികളിൽ നിന്നും നമുക്ക് മാത്രമായി കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിവുണ്ടാവണം എന്നുള്ളതാണ്. ഇതാണ് ഇന്നലെ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതല്ലാണ്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ആരുടെങ്കിലും മനസ്സിലുണ്ടോ? ഷാനിദ്, ഗോപികൃഷ്ണൻ, ജിനേഷ്, ശാലിഹ, എന്തെങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞതിൽ ഇതല്ലാണ്ട് ആഡ് ചെയ്യേണ്ട, ഇവർക്ക് പുതിയതായി വന്ന ക്ലിയർ ആളുകൾക്ക് ഒരു ആഡ് ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ കൺസൈസ് കംപ്ലീറ്റ് ആ സംഭവം. യെസ്, വെരി ഗുഡ്. അതേപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് ഒരു ടെലികോളർ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത് അത് ക്ലിയർ ആയിരിക്കണം. അത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ശബ്ദത്തിൽ, ഉച്ചാരണത്തിൽ, വൊക്കാബുലറിയിൽ അത് കൃത്യമായി പറയാൻ വേണ്ടി കഴിയണം. രണ്ടാമത്തത് കൺസൈസ് ആയിരിക്കണം. കാരണം ഒരു ഫോൺ കോൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരും വലിയ തിരക്കുള്ള ആളുകളാണ്. അപ്പൊ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച ആശയം അവരുടെ പെയിൻ പോയിന്റിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് കംപ്ലീറ്റ്. ഒരാശയം നമ്മൾ പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവാം. അല്ലാണ്ട് കുമ്പളങ്ങ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ടംപൊരി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കൊച്ചിയിലെ എയർപോർട്ട് എന്ന് പറയുന്ന രീതിയിലാവരുത്. നമ്മൾ പറയുന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത രീതിയിലേക്ക് പോവാന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. എനിത്തിങ് ടു ആഡ്? അൻഫാസ്, ശാലിഹ, ജിനേഷ്, എന്തെങ്കിലും വേറെ ആഡ് ചെയ്യാനുണ്ടോ? ഇതൊക്കെ തന്നെ ബ്രാൻഡ്. നമ്മളെ ഒരു എന്തായിരുന്നു ജിനേഷ്? ബ്രാൻഡ് ചെയ്യണം നമ്മളെ തന്നെ. അതെ, സെൽഫ് മാർക്കറ്റ് ചെയ്ത് നമ്മളെ ബ്രാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ ബ്രാൻഡ് ചെയ്യുമ്പോൾ സെയിൽസ് കുറച്ചും കൂടി നമുക്ക് എന്തായിരിക്കും, എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇപ്പം ഇത്രയാണ് ഇന്നലെ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം അല്ലെ? അങ്ങനെയാണോ? ഇന്നലെ കേട്ട ആളുകളൊന്നും എനിക്കൊന്ന്, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇങ്ങനെ കാണിച്ചു തന്നെ, ഒന്ന് യെസ് എന്നൊന്ന് കാണിച്ചു തന്നെ.
ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നമ്മളൊരു ആ, ഒരു ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ച കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾക്കാണ് ഇതിന്റെ രക്ഷാപ്രവർത്തന ദൗത്യമുള്ളത്. അപ്പൊ ഈ കഥയിൽ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതായത് ഒരു ഒരു കൊട്ടാരമാണ്, കാട്ടിലുള്ള ഒരു കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിലേക്ക് 6 സന്ദർശകരാണ് എത്തിയിട്ടുള്ളത്. 6 സന്ദർശകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞനാണ്. എഴുതി വെച്ചോട്ടോ, ഞാൻ പറയുന്ന ആളുകൾ എഴുതി വെച്ചോ. ഒരു കാട്ടിലേക്ക് യാത്ര നടക്കുകയാണ്, നാട്ടിലേക്ക് 6 സഞ്ചാരികൾ യാത്ര നടത്തുകയാണ്. 6 പേര് പോയിട്ട് കാടിനുള്ളിലുള്ള ഒരു വലിയ കൊട്ടാരത്തിൽ എത്തുകയാണ്. കൊട്ടാരം അതിമനോഹരാണ്. കൊട്ടാരത്തിനുള്ളിലൂടെ ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിലെ സുന്ദരമായ പിന്നെ കാഴ്ചകൾ കണ്ട്, ചുമരിലെ ചിത്രങ്ങൾ കണ്ട് ഇവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൊട്ടാരം വെള്ള ചുമരുകളിൽ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളുണ്ട്. അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ല കരുത്തുള്ള പുരുഷന്മാരുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകളാണ്. ഇതിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന കൊട്ടാരത്തിന്റെ സൗന്ദര്യാത്മകതയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കൊട്ടാരത്തിന് ഒരു തീ പിടിക്കുകയാണ്. കൊട്ടാരത്തിന്റെ 2 വാതിലുകൾക്കും തീ പിടിച്ചു. കൊട്ടാരത്തിൽ വലിയ തീ ആളിക്കത്താൻ വേണ്ടി തുടങ്ങുകയാണ്. തീ ഈ മനുഷ്യരെ, കൊട്ടാരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഈ മനുഷ്യരുടെ അടുത്തേക്ക് എത്തും എന്നുള്ള രീതിയിലായി. അപ്പൊ ഈ കൊട്ടാരത്തിൽ അകപ്പെട്ട 6 പേര് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ശ്രദ്ധിക്കണേ, ഈ പറയുന്ന ശ്രദ്ധിക്കണേ. ഒരാൾ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രജ്ഞനാണ്. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയാണ്. ഒന്നാമത്തെ ആൾ ഒരു ശാസ്ത്രജ്ഞനാണ്, രണ്ടാമത്തെ ആൾ ഒരു വിദ്യാർത്ഥിയാണ്, മൂന്നാമത്തെ ആൾ ഒരു ഡോക്ടറാണ്, നാലാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു വൃദ്ധയാണ്. അഞ്ചാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരനാണ്. ആറാമത്തെ ആൾ എന്ന് പറയുന്നത് ഒരു ഒരു എന്തായിരുന്നു അയാളുടെ പേര്, ഒരു സോഷ്യൽ വർക്കർ. അപ്പം രാഷ്ട്രീയക്കാരനുണ്ട്, സോഷ്യൽ വർക്കർ ഉണ്ട്, വിദ്യാർത്ഥിയുണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടറുണ്ട്, വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. ഇത്ര ആളുകളെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ഓക്കെ. അപ്പോ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മൊബൈൽ മാത്രമാണ് ഈ തീ ഇങ്ങനെ ആളി കത്തുമ്പോൾ കാട്ടിൽ റേഞ്ച് ഉള്ളത്. അപ്പൊ ഒരാൾ രക്ഷക്ക് വേണ്ടിയിട്ടൊരു ദൗത്യസേനയെ വിളിക്കുകയാണ്. അപ്പൊ ദൗത്യസേന വരുന്നത് ഒരു ഹെലികോപ്റ്ററിലാണ് വരുന്നത്. അവർക്ക് ഈ തീ ഇങ്ങനെ ആളി കത്തുന്നത് കൊണ്ട് തന്നെ കൊട്ടാരത്തിനൊക്കെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അവർക്ക് ഹെലികോപ്റ്ററിൽ വന്നിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഹെലികോപ്റ്ററുമായി ഇവർ കൊട്ടാരത്തിലേക്ക് വരുന്നു. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് ഒരൊറ്റ കയർ, ഒരു ചെറിയ കയറാണ്, ഒരു തിന്നായിട്ടുള്ള കയറാണ്. ആ കയറിൽ ഒരു സമയം ഒരാൾക്ക് മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ കയറ് പൊട്ടി ഇവർ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇവർക്ക് ഈ 6 പേരിൽ നിന്ന് ആരെ ആദ്യം വിടണം, കാരണം തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരെയാണ് ആദ്യം തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് വലിയ ശങ്കയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബിലാൽ മുഹമ്മദ് ടെലികോളിംഗ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണ് ഈ 6 പേരെ ഓർഡർ ആയിട്ട് തെരഞ്ഞെടുക്കാനുള്ള അവസരമുള്ളത്. അപ്പൊ ആരെയാണ് ആദ്യം വിടേണ്ടതെന്ന് നിങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, ഒന്ന് നോക്കിക്കോ, ആരാണ് ആദ്യം വിടാൻ വേണമെന്ന്. നൗഷാഖാൻ, എന്റെ കയ്യിൽ താക്കോല് ഇല്ല. താക്കോല് എവിടെ വെക്കുക നൗഷാഖ? നമ്മുടെ ആളുടെ ഓക്കെ, ബാസിലെ എഴുതിയോ? 6 പേരെ ഓർഡർ ആക്കിയോ? ഫസ്റ്റ് ആര്, 2 ആര്, 3 ആര്, 4 ആര്? ഇല്ല, ഓർഡറിൽ എഴുതണ ഇത്. ഓർഡറിൽ എഴുതണ്ട, നമ്പർ ഇട്ടാ മതി. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി എന്നോട് പറയണം, എന്തുകൊണ്ടാണ് ഇവരെ നിങ്ങൾ ഒന്നാമത് ഇടുന്നത് എന്ന് പറയണം കേട്ടോ. എന്തുകൊണ്ട് 2, എന്തുകൊണ്ട് 3 എന്നുള്ള പറയണം. ആർക്കും പറയാം. ഓക്കെ, ആരാണ് ആദ്യം പറയാൻ പോകുന്നത്? നജ്മയാണ് പറയാൻ പോകുന്നത്, അതോ സോഷ്യൽ ശാലികയാണോ പറയാൻ വർക്കർ പോകുന്നത്? ആദ്യം പറഞ്ഞയച്ചാല് ആ, ബാക്കി രക്ഷാപ്രവർത്തനം നടത്തിക്കൂടെ? മൊബൈലിന് റേഞ്ച് ഇല്ല കേട്ടോ. ഞാനത് ഓക്കെ, സോഷ്യൽ വർക്കർ ആദ്യം വിടാം. രണ്ടാമത് ആരെ വിടണം? അല്ല, സോഷ്യൽ വർക്കർ അതല്ല സാർ, സോഷ്യൽ വർക്കർ ആദ്യം വിട്ടാൽ തന്നെ രക്ഷാപ്രവർത്തനം നമുക്ക് നടത്തിക്കൂടെ? ബാക്കിയുള്ളവരും കൂടി രക്ഷപ്പെടുത്തിക്കൂടെ? അതെ, നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഓക്കെ, ഫസ്റ്റ് സോഷ്യൽ വർക്കർ പോയി. പിന്നെ രണ്ടാമത് ആരെയാണ് വിടുന്നത്? ഇല്ല, ഞാൻ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുള്ളൂ. ആ സോഷ്യൽ വർക്കറെ പറഞ്ഞയച്ചാൽ തന്നെ ബാക്കിയുള്ള രക്ഷാ
സോഷ്യൽ വർക്കർ ആണെങ്കിലും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോഴത്തേന് തീ കത്തിപ്പിടിക്കൂലേ? കൊട്ടാരം കത്തുകയാണ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എന്നാലും നെജ്മ പറഞ്ഞു സോഷ്യൽ വർക്കർ ആദ്യം വിടുന്നു. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് പറയാം, സംസാരിക്കാം. ഗോപികൃഷ്ണൻ ഡോക്ടറെ ആരാണ്? ഫസ്റ്റ് വിട്ടൂടെ? ഡോക്ടറെ ഫസ്റ്റ് വിടുന്നു എന്നാണ് ആരാ പറഞ്ഞത്? പറഞ്ഞ ആളെ കാണുന്നില്ല. വീഡിയോ ഓൺ ചെയ്യണേ, എനിക്ക് റഫീന. ആളെ മനസ്സിലാവില്ല, അതുകൊണ്ട്. പവിത്ര സോറി കുമാരിയാണോ സോറി. പറഞ്ഞത്? അല്ല, റഫീന. റസീന. റസീനാനെ കാണാനില്ലല്ലോ. സോറി സാർ, എനിക്കിപ്പോ ഇത് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയ ഓക്കെ, സിറ്റുവേഷൻ അപ്പം എനിക്ക് കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. റഫീന പിന്നെ പറഞ്ഞത് ആരെയാണ് വിടേണ്ടത്? ഫസ്റ്റ് ഡോക്ടറെയാണ് ആദ്യം വിടാൻ വേണ്ടത് തോന്നുന്നു അല്ലെ? ഡോക്ടറെ വിട്ട് കഴിഞ്ഞാല് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലും ട്രീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. എങ്ങോട്ട് വിട്ട് കഴിഞ്ഞാല്? ഇവിടുന്ന് എടുക്കുകയാണ് ഡോക്ടറെ ഹെലികോപ്റ്ററിലെ. എങ്ങനാ? ഡോക്ടറെ ആദ്യം പിക്ക് ചെയ്യല്ലേ, ഡോക്ടറെ ആദ്യം വിടുക, അതല്ലേ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? അതെ. ആ, ഓക്കെ. ഓക്കെ, അപ്പൊ പിന്നെ രണ്ടാമത് ആരെ വിടണം? വൃദ്ധ. രണ്ടാമത് വൃദ്ധനെ വിട്ടു. മൂന്നാമത്തതോ? ഫുള്ളും ഞാൻ തന്നെ പറയണം. അല്ല, നിങ്ങളത് ഓർഡർ നിങ്ങൾ പറയണം, നിങ്ങളെ ഓർഡർ നിങ്ങൾ ഓക്കെ പറയണം. ഓക്കെ ഓക്കെ. രണ്ടാമത് വൃദ്ധനെ വിടും, ആ, മൂന്നാമത് വിദ്യാർത്ഥിനെ വിടും, ആ. നാലാമത് ശാസ്ത്രജ്ഞനെ വിടും. എന്തുകൊണ്ടാണ് ഈ ഓർഡർ തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞത്? ഒന്നാമത് ഡോക്ടറെ വിട്ട എല്ലാവരും രക്ഷപ്പെടും. രണ്ടാമത്തത് പ്രായമായ വ്യക്തിനല്ലേ നമ്മൾ പറഞ്ഞേക്ക. പ്രായമായ ആളിനെ വിടുക. പിന്നെ മൂന്നാമത്തത് മൂന്നാമത് വിദ്യാർത്ഥിനെ വിടും. വിദ്യാർത്ഥി. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥിനെ വിടുന്നത്? അങ്ങനെ അങ്ങോട്ട് വെച്ചിപ്പോ വിടുക എന്താ അല്ലേ? പറയാ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. എന്നാലും റഫീനെ പറഞ്ഞു വെച്ചു. ബാസിലിനോടാണ് ചോദ്യം. എങ്ങനെയാണ് ബാസിൽ? ഞാന് സ്റ്റുഡന്റ് ആണ് നമ്പർ 1. ആ, ആദ്യം വിദ്യാർത്ഥിനെ വിടും. രണ്ടാമത് എന്തുകൊണ്ട് വിദ്യാർത്ഥിനെ വിടുന്നു? വിദ്യാർത്ഥിനെ വിടാൻ കാരണം ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി കുറച്ചൊക്കെ ജയിച്ചവരാണല്ലോ. അതെ, അതെ, ചെക്കൻ കുറെ കുറച്ച് ജീവിതം ആസ്വദിക്കട്ടെ എന്നുള്ള. ആ, ജീവിതം കുറെ ബാക്കി ഉണ്ടാവുക സ്റ്റുഡന്റിനല്ലേ. ആ, ആ പ്രയോറിറ്റിയിൽ സ്റ്റുഡന്റ് ഫസ്റ്റ്. ആ, പിന്നെ സമൂഹത്തിൽ കൂടുതൽ ആവശ്യം ഡോക്ടറാണ്. ഒരു എമർജൻസി ആ അർത്ഥത്തിലൊക്കെ ഒരു ഡോക്ടർ. പിന്നെ പൊളിറ്റീഷ്യൻ, സോഷ്യൽ വർക്കർ, സയന്റിസ്റ്റ്. അതെന്താ മൂന്നാമത് പൊളിറ്റീഷ്യനെ വിടുന്നത് എന്താ? മൂന്നാമത് ഒരു സോഷ്യൽ വർക്കറെ സ്വാധീനം ലിമിറ്റഡ് ആണല്ലോ. ആ, പൊളിറ്റീഷ്യൻക്കാണ് നമ്മളെ രാവിലെ പാല് വരണോ വേണ്ട, പത്രം വരണോ വേണ്ട, അതിന്റെ വില എത്ര തീരുമാനിക്കുന്നത് സോഷ്യൽ വർക്കർക്ക് അത് കൊടുന്നു തരാനേ പറ്റുള്ളൂ. പക്ഷെ അതിന്റെ ഓക്കെ, വരണോ വേണ്ട തീരുമാനിക്കാനുള്ള സ്വാധീനം കൊടുക്കുന്ന പൊളിറ്റീഷ്യന്റെ അടുത്താണ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഷാലിഹ എന്ന് പറഞ്ഞേ. കുറെ നേരം ഇരുന്ന് എഴുതിണ്ടായിരുന്നു, ആലോചിച്ചിട്ടൊക്കെ എഴുതിണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കണം. ഓക്കെ, ആ, അവിടെ അത് ഞാൻ വെച്ചോളാം. ഈ താക്കോല് നിങ്ങൾക്ക് എവിടെയാ? ആ, ഇങ്ങോട്ട് കാണിച്ചു തന്നാ മതി നൗഷാക്ക. പറഞ്ഞോ ഷാലിഹ, പറഞ്ഞോ. ഫസ്റ്റ് തന്നെ സയന്റിസ്റ്റിനെ വിട്ടു. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് തന്നെ സയന്റിസ്റ്റിനെ വിട്ടു. പിന്നെ ഓക്കെ, വെരി ഗുഡ്. അപ്പം അവള് പോയെന്ന് തോന്നുന്നു. സയന്റിസ്റ്റിനെ വിട്ടിട്ട് പിന്നെ ആളെ വിട്ട്. അപ്പോ ഇനി അപ്പൊ ഇനി ഞാൻ പറയുന്നതിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തണം. ഒന്നാമത്തെ ആളെ ഞാൻ ആരെയായിരുന്നു പറഞ്ഞിരുന്നത്? ഒന്നാമത്തെ ആൾ ആരാ പറഞ്ഞേ? സയന്റിസ്റ്റ്. സയന്റിസ്റ്റ്. ഈ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ആള് APJ അബ്ദുൽ കലാമാണ്. സയന്റിസ്റ്റ്. രണ്ടാമത്തെ എഴുതിക്കോ. രണ്ടാമത്തെ ആളാരായിരുന്നു? വിദ്യാർത്ഥി. സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആകെയുള്ള ഒരു മകനാണ്. ഓക്കെ, കല്യാണം കഴിയാത്തവരാണെങ്കിൽ മകൻ ഉണ്ടാവാലോ, കല്യാണം ചെയ്യണമെന്നില്ലല്ലോ. പിന്നെ കഥയിൽ വന്ന് ഓരോന്നും അങ്ങോട്ട് ചോദിക്കും. പിന്നെ അടുത്തത് ഡോക്ടറെ സഹായം തേടാം കേട്ടോ. അപ്പോ അടുത്തത് ഡോക്ടർ നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടർ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു ഫേമസ് ഡോക്ടർ പറഞ്ഞേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര വലിയൊരു ഡോക്ടർ പറഞ്ഞേ. ഒരു ഹോസ്പിറ്റലിലെ മിംസ് ഹോസ്പിറ്റലിലെ ഗംഗാധരൻ ഡോക്ടർ എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. സാറന്നെ ആയിക്കോട്ടെ. ലക്ഷർ ഹോസ്പിറ്റലിലെ ഗംഗാധരൻ സാർ ആയിക്കോട്ടെ. ഭയങ്കര ഡിമാൻഡഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. ഓക്കെ, മൂന്നാമത്തെ ആള്. നാലാമത് ആരായിരുന്നു? വൃദ്ധ എന്ന് പറയുന്നത് നിങ്ങളെ ഉമ്മയാണ്. ഉമ്മ ചെറുപ്പാണ് അല്ലേ?
അന്റെ വൃദ്ധ കുറച്ച് പ്രായം കുറഞ്ഞാണ്. ഓക്കെ, ഇവൻ എന്തേ കൊടുക്കാണ്ടേ കൊടുത്തിട്ട് വിട്ടാ ഒരു കാലിക നടക്കണില്ല. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഉമ്മ ചെറുപ്പമാണ്, എന്നാലും ഇപ്പൊ തൽക്കാലം വൃദ്ധ അല്ലെങ്കിൽ ഉമ്മമ്മ ആയിക്കോട്ടെ. ഓക്കെ, ദെൻ പിന്നെ ആരാ ഷാനി? അടുത്ത ആരാ? പൊളിറ്റീഷ്യൻ. രാഷ്ട്രീയം. ആ, പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞ നരേന്ദ്രമോദിയാണ്. ഓക്കെ, തീരുമാനമായി എന്നൊക്കെ. ഓക്കെ, No comment. ലാസ്റ്റിലെ ആരാ? സോഷ്യൽ വർക്കർ. ലാസ്റ്റിലെ സോഷ്യൽ വർക്കർ എന്ന് പറയുന്ന ആള് നമ്മുടെ ഇവരാണ്. ആരെന്നറിയോ? മദർ തെരേസയാണ്. ഓക്കെ, ഇനി ആ ഓർഡർ ഒന്ന് സെറ്റ് ചെയ്തേ. ജീവന് വേണ്ടി കേഴുന്ന 6 മനുഷ്യർ കത്തിയെരിയുന്ന ഒരു കൊട്ടാരത്തിനൊത്ത നടുവിൽ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിൽ ഒരാളെ മാത്രമാണ് ആദ്യം എടുക്കാൻ കഴിയുക. ആരെയാണ് ആദ്യം രക്ഷപ്പെടുത്തേണ്ടത് എന്ന് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ, അതിൽ നിങ്ങളുടെ അമ്മയുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട മകനുണ്ട്, നരേന്ദ്രമോദിയുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ മദന്നമൃതന്നമയല്ലേ എന്താ പേര്, മദർ തെരേസയുണ്ട്. ഇങ്ങനെയുള്ള കുറെ മനുഷ്യരുണ്ട്. നിങ്ങൾ ആരെയാണ് ആദ്യം രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നത്? ഡോക്ടറുണ്ട്. ഓക്കെ, ആരെയാണ് ഇപ്പോ ഒന്ന് പറയാൻ പറ്റുമോ? നസീറ ഒന്ന് നമ്പർ ഇടാവോ? ഇപ്പൊ ആരെ ഇടുമെന്ന്? വോയിസ് ഓൺ അല്ലേ? ആരിഫ ഒന്ന് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. സുബിത ഒന്ന് ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഉമ്മയാണ് ആദ്യം വിടാൻ വേണ്ടി പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഉമ്മ? സർ, ആൺകുട്ടിയല്ല. പവിത്ര മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു സർ. ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. എങ്ങനെ ഉമ്മാനെ നമുക്ക് വേറെ കിട്ടൂല. ഉമ്മ ഒന്നേ ഉണ്ടാവുള്ളൂ. മക്കള് ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. ഓക്കെ, അടുത്തത് മഞ്ജു പറഞ്ഞ എനിക്ക് മനസ്സിലായി. പവിത്ര ഒന്ന് സർ, ഹെൽപ്പ് ചെയ്തോ. പവിത്ര മാമിന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഷീ ഈസ് ട്രൈയിങ് ടു സ്പീക്ക്. ഞാൻ ആസ്ക് ടു അൺമ്യൂട്ട്. അപ്പൊ വന്ന് ഓക്കെ, ഉമ്മാനെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. രണ്ടാമത് ആരെയാണ് നസീറ കൊടുക്കുന്നത്? നമ്പർ ഇട്ടോ. രണ്ടാമത് മോൻ. പറഞ്ഞോ. രണ്ടാമത് മോനാണ് അല്ലെ? ഏറ്റവും ലാസ്റ്റ് ആരെയാ കൊടുക്കണത്? നരേന്ദ്രമോദി. ഓക്കെ, ഒരു പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ഗോപികൃഷ്ണൻ എങ്ങനെയാ? ഗോപികൃഷ്ണൻ ലിസ്റ്റ്? ഞാന് അമ്മ ആദ്യം. എങ്ങനെ? അമ്മയാണ് ആദ്യം വിടാൻ പോകുന്നത്. രണ്ടാമത് മകൻ, ആ പിന്നീട് ശാസ്ത്രജ്ഞൻ, ഓക്കെ. നാലാമത് നാലാമത് സോഷ്യൽ വർക്കർ. എന്താണ് ഈ ശാസ്ത്രജ്ഞനെ സോഷ്യൽ വർക്കർക്ക് മുന്നാടി അണപ്പുറത്തേക്ക് എന്ന റീസൺ? ശാസ്ത്രജ്ഞനെ സോഷ്യൽ വർക്കറുടെ മുന്നേ പറഞ്ഞേക്കുന്നത് എന്താ റീസൺ? അത് നമ്മുടെ ഒരു രാജ്യത്തിന് ഒരു അസറ്റ് ആണ് പുള്ളി എന്ന് പറയുന്നത്. ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അബ്ദുൽ കലാം ആകുമ്പോ പുള്ളിക്ക് ആ ഒരു പ്രിഫറൻസ് കൊടുക്കുമല്ലോ. പുള്ളിക്കാരൻ ഒരു പ്രിഫറൻസ് നമ്മൾ കൊടുക്കുമല്ലോ എന്ന്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോ ഇത് തന്നെയാണ് ഒരു ടെലികോളറുടെ രണ്ടാമത്തെ തിയറി. ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജനങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നത് ഇമോഷണലി ആയിരിക്കും, ജസ്റ്റിഫൈ ലോജിക്കലി. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു നേരത്തെ നിങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ഒരു കാര്യം ആയതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ലോജിക്കലൊക്കെ ചിന്തിച്ചിട്ടാണ് എടുത്തത്. കാരണം സമൂഹത്തിന് ആവശ്യമുള്ള ആളല്ലേ ഡോക്ടർ, സോഷ്യൽ വർക്കർ ആദ്യം വന്നോട്ടെ. കാരണം നമുക്കൊരു ബന്ധമല്ല, നമ്മുടെ ദേഹത്ത് തട്ടുന്ന കാര്യമേ അല്ല. അപ്പൊ നമ്മുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലോജിക്കലായിരിക്കും. പക്ഷേ എന്താ പറയാ, നമ്മളെ കണക്ട് ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുക ഇമോഷണലി ആണ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇപ്പൊ ഈ പോയിന്റ് ഇതാണ്, പീപ്പിൾ ഡിസൈഡ്. ചോറ് വേണ്ടെന്നൊക്കെ പറയണ്ടേ? ഓക്കെ, പീപ്പിൾ ഡിസൈഡ് എഴുതി വെച്ചോ. പീപ്പിൾ ഡിസൈഡ് ഇമോഷണലി ആൻഡ് ഡിഫൈൻ ലോജിക്കലി. അങ്ങനല്ലേ ഞാൻ പറഞ്ഞ്? പീപ്പിൾ ഡിസൈഡ് ഇമോഷണലി ആൻഡ് ഡിഫൈൻ ലോജിക്കലി എന്നായിക്കോട്ടെ. ജസ്റ്റിഫൈ ലോജിക്കലി. ജസ്റ്റിഫൈ എന്നാണ്, ഡിഫൈൻ എന്നല്ല, ജസ്റ്റിഫൈ. അതായത് നമ്മളെ ഇമോഷൻസിൽ ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ് എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട ഫുഡ് വേറെ വേറെ ആയിരിക്കും. യെസ് ഓർ നോ? യെസ്. ഷാനിദിന്റെ ഫുഡ് ഏതാണ്? ബിരിയാണി.
ബിരിയാണി. നസീറിന്റെ ഫുഡ് ഏതാണ്? ബിരിയാണി. പവിത്രന്റെ ഫുഡ് ഏതാണ്? പട്ടിണിയോ? ചോറും ചോറും മീനും അല്ലേ? അബ്ദുൽ ഷുക്കൂറിന്റെ ഫുഡ് ഏതാണ്? ഷാബാസ് അൽഫാമാണ്. അപ്പൊ ഇനി ഈ പറയുന്ന ഷാനിദ് എന്തുകൊണ്ടാണ് ബിരിയാണി തിരഞ്ഞെടുക്കുന്നത്? എല്ലാം എല്ലാവർക്കും പേര് ഇഷ്ടം. എല്ലാവർക്കും ബിരിയാണി കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക. ചോറും മീനുമാണോ എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക? അല്ല, ബിരിയാണി. അപ്പൊ നിനക്ക് ബിരിയാണിയാണോ? പവിത്രക്കും ബിരിയാണിയാണോ? ചോറും മീൻ കറിയും തൊട്ടടുത്ത് ബിരിയാണി വെച്ചാലും രണ്ടും കഴിക്കും. അല്ല, അത് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഫുഡ് ഹോളിനെ കുറിച്ചിട്ടാണ്. അതല്ല. അപ്പൊ നോർമലി ഇപ്പൊ ഷാനിദ് പറയുന്നു ബിരിയാണിയാണെന്ന് പറയുന്നു, ഷുക്കൂർക്ക പറയുന്നു അൽഫാം ആണെന്ന് പറയുന്നു. ഇനി അൽഫാം ആണ് ബെറ്റർ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഷുക്കൂർക്ക ശ്രമിക്കുക. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും നല്ല അമ്മ ഏതാണ്? നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും നല്ല അമ്മ ഏതാണ്? എന്റെ എന്റെ അമ്മ. പൊതുവെ ആളുകൾ പറയാം സ്വന്തം അമ്മ എന്നാണ്. അപ്പൊ നമ്മൾ എന്താണ് ഇമോഷണലി ആണ് അവിടെ തീരുമാനം എടുക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എന്റെ അമ്മ എന്നെ രാവിലെ എണീപ്പിക്കുന്നു, എന്നെ വിളിക്കുന്നു, എന്നെ നോക്കുന്നു, എന്നെ വളർത്തുന്നു, ഒത്തിരി കഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും. അപ്പോ ഇപ്പം എന്റെ ഉമ്മന്റെ പേര് ആയിഷ മിനു എന്നാണ്. എന്റെ ഉമ്മനെ മുഹമ്മദ് അലി എന്ന് പറയുന്ന എന്റെ ഫാദർ കല്യാണം കഴിച്ചുകൊണ്ടാണ് എന്റെ ഉമ്മ അതായത്. അപ്പുറത്തെ വീട്ടിലെ ഷെരീഫാക്കിയാണ് കല്യാണം കഴിച്ചെങ്കിൽ പേരും കുട്ടി മാറിയിട്ടുണ്ടാവും. അപ്പോ നമ്മള് ഡിഫൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇമോഷണലിയാണ് നമ്മൾ തീരുമാനം എടുക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വേണ്ട എന്ന് പറയുന്ന കസ്റ്റമറും ഇപ്പോൾ വേണം എന്ന് പറയുന്ന കസ്റ്റമറും നമ്മുടെ അടുത്ത് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിന്റെയും ഇമോഷൻസിനിട്ടാണ് നമ്മൾ കൊട്ടേണ്ടത്. ക്ലിയർ ആണോ? അവരുടെ ഇമോഷൻസിനെയാണ് നമ്മൾ അതിലേക്കാണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. വെനെവർ യു ബിക്കം എ സെയിൽസ്മാൻ, സെൽ ടു ദയർ ഇമോഷൻസ്. അവരുടെ ഇമോഷൻസിനാണ് കൊടുക്കേണ്ടത്. പല പല രീതിയിൽ നമുക്ക് അതിനെ പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഈ തരം കാറാണ് സാർ, ഇത് ഉപയോഗിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് സാർ. ഞങ്ങൾ വിൽക്കുന്ന കോഴ്സിൽ കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്നത് ഡിപ്ലോമ ഇൻ സൈക്കോളജിയാണ് സാർ. ഇപ്പോഴത്തെ ട്രെൻഡ് നഴ്സിംഗ് കോഴ്സാണ് സാർ. അല്ലെങ്കിൽ അവരെങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആളുകൾക്ക് ഒരു തീരുമാനമെടുക്കാൻ ഇമോഷണലി അവരെ കണക്ട് ചെയ്യുന്ന സാധനമാണ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നിങ്ങളൊരു യാത്ര പോകുമ്പോ ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ട ഹോട്ടലിന് മുന്നിലാണോ തീരെ വാഹനങ്ങൾ നിർത്തിയിടാത്ത ഹോട്ടലിന് മുന്നിലാണോ നമ്മൾ നിർത്തുക? ഒരുപാട് വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട്. അതെ. അപ്പൊ അതെന്തുകൊണ്ടാണ് പൊതുവെ നമ്മൾ അങ്ങനെയാണ് നിർത്തുക? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോ നിങ്ങളൊരു പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ടെലികോളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ബിലാൽ മുഹമ്മദിന്റെ ക്ലാസ് ആണ്. അപ്പൊ അതുകൊണ്ട് ബിലാൽ മുഹമ്മദിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം എന്ന് വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. അപ്പൊ അതേപോലെ ക്ലാസ്സിലെ ഡേ കൂടെ എന്നൊക്കെ. അപ്പോ ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെയിൽസിലെ ആളുകളെ ഇമോഷനാണ് വില. ഇപ്പൊ കല്യാണം എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. അതുകൊണ്ടാണ് അന്ന് ഗോൾഡ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗോൾഡ് എടുക്കുന്നത്. എഡ്യൂക്കേഷൻ ഇപ്പൊ 10ാം ക്ലാസ്സിലും പ്ലസ് 1 ഒക്കെ നിർത്തിയ പല കുട്ടികളും വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നത് അവരുടെ ഇമോഷനെ ഹേർട്ട് ചെയ്യുമ്പോഴാണ്. അതായത് ഭർത്താവിന്റെ അനിയന്റെ ഭാര്യക്ക് ജോലി, ഭർത്താവിന്റെ ഏട്ടന്റെ ഭാര്യക്ക് ജോലി, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ജോലി, പിന്നെ എനിക്ക് മാത്രം ജോലിയില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കോഴ്സ്, മോണ്ടിസോറി എങ്കിൽ മോണ്ടിസോറി, പാരാമെഡിക് എങ്കിൽ എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞ ആളുകൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം. മൊബൈൽ ടെക്നോളജി എങ്കിൽ മൊബൈൽ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ മതി. ഇതാണ് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഗ്രീഡ് ഫാക്ടർ എന്നൊക്കെ പറയും. നിങ്ങളുടെ വീട്ടിലെ ജിനേഷിന്റെ വീട്ടിലെ ഫ്രിഡ്ജ് വാങ്ങുന്നത് അല്ലെങ്കിൽ ജിനേഷിന്റെ വീട്ടിലെ കാറ് വാങ്ങുന്നത് ജിനേഷിന്റെ അയൽവാസിയാണെന്നാ പറയാ. എന്നെ തല്ലാൻ വരരുത്. ജിനേഷിന്റെ വീടിലെ കാറ് വാങ്ങുന്നത് ജിനേഷിന്റെ അയൽവാസിയാണെന്നാണ് പറയാ. അത് ആ ഒരു ഫാക്ടിന്റെ കാരണം അത് ഗ്രീഡ് ഫാക്ടറാണ്. ഞാനൊരു സാധനം ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ എനിക്കറിയാം, എന്റെ വീട് ഞങ്ങളൊരു ഗ്രാമത്തിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറിയപ്പോ അവിടെ ഞങ്ങൾ ഒരു 17 സെന്റ് സ്ഥലം വാങ്ങി ആദ്യത്തെ ഒരു ഒറ്റ നില വാർപ്പ് വെച്ചു. ഒറ്റ നില വാർപ്പ് വീട്, ടെറസ് വീട് വെച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ വീടൊക്കെ 2 നിലയായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങളെ വീടും 2 നിലയാവേണ്ടതിന്റെ ആവശ്യകത അവിടെ വന്നു. ക്ലിയർ ആണോ? ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കടപ്പ കല്ലിട്ടു, അപ്പൊ അടുത്ത വീട്ടിലും കടപ്പ കല്ലിട്ടു. ഞങ്ങളുടെ വീട് മതിൽ കെട്ടാൻ അപ്പുറത്തെ വീട്ടിൽ മതിൽ കെട്ടാൻ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ 2-3 വീടുകൾ മതിൽ കെട്ടി. ഇത് മനുഷ്യന്റെ ഇമോഷനാണ്. അപ്പൊ ഞാൻ ഒരാളെ ഇമോഷൻസിനെ നിങ്ങൾക്ക് അങ്ങ് കയ്യിലെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാധനം അവരെ വിൽക്കാൻ കഴിയും.
ആ ഇമോഷൻസിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമാണ് എന്ന ഫീൽ അവരെ വരുത്തിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങളുടെ ആഗ്രഹം ഇതല്ലേ, ഇത് നേടാൻ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോ ഓഫ് അട്രാക്ഷനിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ കൊതിച്ചു നിൽക്കുന്ന ഒരു പുരുഷൻ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങളുടെയും അയാളുടെയും പേരെഴുതി വെച്ച ഒരു സുന്ദര താലി ചാർത്തുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ എത്ര കോഴ്സിന് ഫീസ് എന്നുള്ളതേ പിന്നെ ചോദ്യമുള്ളൂ. സോ അതാണ് ഇമോഷണലി നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ കല്യാണം കഴിഞ്ഞവരോടല്ല പറഞ്ഞത്, കല്യാണം കഴിഞ്ഞവർ ഇനി ലോ ഓഫ് അട്രാക്ഷൻ അതും സംഭവിക്കാം. അപ്പോ എന്താ പറയാ, പൊതുവെ അതാണ് പീപ്പിൾ എന്താണ് ഡിസൈഡ് ഇമോഷണലി. ഈ ഒരു പോയിന്റ് കറക്റ്റ് ആണല്ലോ. അപ്പൊ ആളുകൾ ഇതിനെക്കുറിച്ച് ഒരു ടെലികോളർക്ക് എപ്പോഴും ബോധ്യം വേണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് സർ അർജൻസി ഉണ്ടാക്കി കൊടുക്കുന്നത്, പെട്ടെന്ന് വിൽക്കണം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ആറ്റിറ്റ്യൂഡ് ആണ്. നിങ്ങൾക്കുള്ള ആറ്റിറ്റ്യൂഡ്, അതായത് ഒരു വ്യക്തിക്ക് ആസ് എ പേഴ്സൺ എനിക്ക് ഉണ്ടാകുന്ന ആറ്റിറ്റ്യൂഡ്, എന്റെ ആറ്റിറ്റ്യൂഡാണ് ശരിക്ക് എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്നത്. ഞാൻ ഒരു കാര്യത്തിനോട് ഉണ്ടാക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് മൊത്തത്തിൽ എന്ത് ചെയ്യുക, എന്റെ മനോഭാവം, ഈ കോഴ്സിനോടുള്ള എന്റെ മനോഭാവം, എന്റെ ജോലിയോടുള്ള എന്റെ മനോഭാവം. ഒരു സെയിൽസ്മാൻ എന്ന നിലക്ക് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കുറച്ച് ആറ്റിറ്റ്യൂഡുകളുണ്ട്. 4 തരം ആറ്റിറ്റ്യൂഡുകൾ ഒരു സെയിൽസ്മാൻ, ഒരു ടെലികോളർക്ക് ഉണ്ടാവണം. അത് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ യു ആൻഡ് യുവർ പ്രൊഫഷൻ. അതായത് പോപ്പുലർ ഗോൾഡ് എന്ന് പറയുന്ന പെരിന്തൽമണ്ണയിലെ ഗ്രോയിങ് ആയിട്ടുള്ള പ്രിയപ്പെട്ട നസീഫിന്റെ ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കുറിച്ച് അപ്പോ അവർ വിചാരിക്കേണ്ട, ആരിഫ മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ ഉള്ളത് എവിടെയാണ്, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉള്ളത് പോപ്പുലർ ഗോൾഡിലാണ്. പോപ്പുലർ ഗോൾഡിലുള്ള ഞാൻ യു ആൻഡ് യുവർ പ്രൊഫഷൻ, എന്റെ ജോലി ഏറ്റവും ബെസ്റ്റ് ആണ്, ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. അതായത് നമുക്ക് നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആയിരിക്കണം. എനിക്ക് വിൽക്കാൻ കഴിയും, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയും, എനിക്ക് നല്ല രീതിയിൽ ഈ ക്ലാസ് നടത്താൻ കഴിയും, എനിക്ക് നല്ല രീതിയിൽ ഈ ജോബ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ഫീൽ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ്. അതേപോലെ തന്നെയാണ് യുവർ പ്രൊഫഷൻ. അൻഫാസ് അൽ ഹിജാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മഞ്ചേരിക്കടുത്ത് ഒരു ട്രാവൽസ് ഇടുമ്പോൾ ഹിജാസ് മനസ്സിലാക്കണം, വെദർ ദേ ആർ ഹൗ മെനി കോമ്പറ്റീറ്റേഴ്സ് ആർ ദർ, എത്ര മത്സരാർത്ഥികൾ എന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ പ്രൊഫഷനിൽ ഞാൻ അത്രമേൽ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എന്റെ ട്രാവൽസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയ, എന്റെ പ്രൊഫഷൻ കൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആയ ഒരു സർവീസ് കൊടുക്കാൻ എനിക്ക് കഴിയും. ആനമങ്ങാട്ട ഷോറൂമിൽ ഒരു സത്താർക്കയുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന പവിത്ര തീരുമാനിക്കണം, എന്റെ പ്രൊഫഷൻ, ഐ ലവ് മൈ പ്രൊഫഷൻ, ഐ ലവ് മൈ ജോബ്. യു ലവ് യുവർ ആറ്റിറ്റ്യൂഡ്, യു ലവ് യുവർ സെൽഫ്. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മളെ കോളിൽ മുഴുവൻ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിക്കുക. നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. ഒരുത്തിക്കും, ഏത് ചൊറ പിടിച്ച കസ്റ്റമർക്കും, ഏത് വെറുപ്പിച്ച് ടെലികോൾ ചെയ്യുന്ന ആൾക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റാൻ കഴിയില്ല. ചിലപ്പോൾ അയാള് ദേഷ്യപ്പെടുമായിരിക്കും, പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറില്ല. ഇല്ലേ? നിങ്ങള് ഇപ്പൊ ഞാൻ വീണ്ടും ആസിഫ് അലി എന്ന് പറഞ്ഞൊരു നിങ്ങൾക്ക് ഒരു കറന്റ് എക്സാമ്പിളിലേക്ക് മാത്രം വരികയാണ്. ആസിഫ് അലി എന്ന് പറഞ്ഞ ആളെ അവിടെ വളരെ അവഗണിച്ചിട്ട് വിട്ടൊരു സമയം ഉണ്ടായപ്പോ ഒരുപക്ഷെ ആസിഫ് അലിക്ക് അവിടെ റെസ്പോണ്ട് ചെയ്താലും ആസിഫ് അലിയുടെ ഭാഗത്താണ് ശരി എന്നൊക്കെ ആളുകൾ പറയായിരിക്കും. പക്ഷെ ഇത്രമേൽ ആസിഫ് അലിക്ക് ഒരു വളർച്ച ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ ആസിഫ് അലിക്ക് അറിയാം ആസിഫ് അലിയുടെ പ്രൊഫഷൻ എന്താണ്, ആസിഫ് അലി എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്. അതിനെ വളരെ പോസിറ്റീവായി ഒരു പുഞ്ചിരിയോട് സ്വീകരിക്കുക എന്നുള്ള ഒരു സെയിൽസ് പേഴ്സൺ എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ബാലഭാസ്കരൻ എന്ന് പറയുന്ന സാധനം. എന്താണ് ബാലഭാസ്കരൻ എന്ന് പറഞ്ഞാൽ ചിരിയാണ്. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാണ്. ആരെന്ത് പറഞ്ഞാലും ടെലികോളിൽ നിങ്ങളുടെ ഒരു ചിരിയാണ് നിങ്ങൾ പുറത്തേക്ക് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ സ്റ്റാഫിൽ ആര് നിങ്ങളോട് പറഞ്ഞാലും ചിരി ആണ് കേട്ടോ വേണ്ട. ചിരി എന്ന് പറഞ്ഞാൽ പുഞ്ചിരി, അല്ലാണ്ട് ഇളിയരുത്. ആകെ അങ്ങനെ എന്താ സാർ അങ്ങനെ പറഞ്ഞു, നമ്മളെ കോഴ്സ് ഒന്ന് വാങ്ങിക്കൂടെ സാർ, എന്താ ഇങ്ങനെ പറയണ്, ഇന്നത്തെ ടാർഗറ്റ് ആയിട്ടില്ല സാർ, ഈ മാസത്തെ ഓഫർ സാർ ഒന്ന് വാങ്ങ സാർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. സാധാരണഗതിയിൽ ഞാൻ ടെലികോളിങ്ങിലും ടെലിസെയിൽസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സാറിനെ ഞാൻ എപ്പോഴാണ് വിളിക്കേണ്ടത്, സാറിന്റെ സമയം ഒന്ന് എനിക്ക് തരാമോ പ്ലീസ് എന്ന് പോലും ചോദിക്കരുത്. എന്നാണ്. കാരണം എന്തെന്നറിയോ, പ്ലീസ് എന്ന് ചോദിക്കുമ്പം അവിടെ ആര് മെയിനായി? കസ്റ്റമർ ഈസ് കിങ് എന്നൊക്കെ നമ്മൾ പുറത്തേക്ക് പറയാണ്, അകത്ത് നമ്മൾ തന്നെയാണ് കിങ്. ഓക്കെ, നമ്മൾ വിചാരിക്കുന്നിടത്തേക്ക്, നമ്മൾ വിചാരിക്കുന്ന കോഴ്സിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. ഉദാഹരണത്തിന് ഷുക്കൂർക്കൊക്കെ പെപ്സി ആണോ 7up ആണോ ഇഷ്ടം? 7up ആണ് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എന്റെ കടയിലെ 7upോ പെപ്സിയോ വിറ്റാ മതി. ക്ലിയർ ആണോ?
ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടാക്ടിക്സ് മനസ്സിലായ നിങ്ങൾക്ക്? ആ അപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവിടെ 7up വേണോ വേണ്ടേന്ന് ചോദിച്ചാൽ ഒറ്റ ഓപ്ഷനാണ് എന്റെ ശുക്കൂർക്കൊക്കെ ഉള്ളൂ. എന്റെ ഓപ്ഷൻ ഉള്ളൂ യെസ് ഓർണോ? യെസ് ഓർ നോ. അപ്പൊ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എന്താണ്? നിങ്ങൾ ഗൂഗിൾ പേയിലാണോ പേയ്മെന്റ് ചെയ്യുന്നത്, ഫോൺ പേയിലാണോ പേയ്മെന്റ് ചെയ്യുന്നത്? കിട്ടുന്നുണ്ടോ? ഓക്കെ. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇന്നാണോ ഷോപ്പിലേക്ക് വരുന്നത്, നാളെയാണോ ഷോപ്പിലേക്ക് വരുന്നത്, ഈ പ്രൊഡക്റ്റ് ആണോ എടുക്കുന്നത്, ഈ പ്രൊഡക്റ്റ് ആണോ എടുക്കുന്നത്, ഇപ്പോഴാണോ ചേരുന്നത്, അതോ രാവിലെയാണോ പേയ്മെന്റ് ചെയ്യുന്നത്? ക്ലിയർ ആണോ ഹിജാസ്, അൻഫാസ്? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പൊ ആ രീതിയിലുള്ള ഒരു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ സെയിൽസ് ക്ലോസ് ആണ്. ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ പ്രൊഫഷനിലുള്ള ആറ്റിറ്റ്യൂഡാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്താണ്? അസ്യൂം ദ സെയിൽ നടന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, യുവർ പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇന്നലെ അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം. സർ, ഞങ്ങൾ കൊടുക്കുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമ ഇൻ സൈക്കോളജി 1 year സാർ ചെയ്തു കഴിഞ്ഞാൽ സാർക്ക് കേരളത്തിനകത്തും ഇന്ത്യയിലും ലോകത്തെവിടെയും ആളുകളെ കൗൺസിലിംഗ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. സാർ ആഗ്രഹിക്കുന്നില്ലേ ചെറിയ രീതിയിൽ ഒരു വരുമാനം ഈ ഒരു പ്രൊഫഷനിൽ നേടണമെന്ന് സാർ ആഗ്രഹിക്കുന്നില്ലേ? സാർ ആഗ്രഹിക്കുന്നില്ലേ? സാർക്ക് മുന്നിലിരിക്കുന്ന ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി നന്നായി അവരോട് ബിഹേവ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നില്ലേ സാർ? അപ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ സാർക്ക് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് ഇത്. എന്റെ അനിയൻ ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചത് PG ഡിപ്ലോമ സൈക്കോളജിയാണ് സാർ. ഈ മാസം അവന്റെ ഏണിങ്സ് എന്ന് പറയുന്നത് 30,000 രൂപയാണ് സാർ, ഇതിൽ നിന്ന് മാത്രം. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്ന ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ഉദാഹരണത്തിന് എന്താണ്, ഹിജാസ് പറയാണ്, നമ്മുടെ മുന്നിൽ ഇപ്പോൾ വിയന്നയിലേക്കും തായ്ലാന്റിലേക്കും സിംഗപ്പൂരിലേക്കും ഉള്ള ട്രിപ്പ് ഉണ്ട് സാർ. പക്ഷെ ഞാനിപ്പം എന്റെ കസിൻ ബ്രദർ കഴിഞ്ഞ ആഴ്ച വിവാഹം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ സജസ്റ്റ് ചെയ്തത് തായ്ലൻഡിലേക്കാണ് സാർ. കാരണം തായ്ലൻഡിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇല്ല, അവിടെ കാണാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് സാർ. എന്നിട്ട് അവർ പോയ ഫോട്ടോസ് ഇതാണ് സാർ. എന്നിട്ട് ചോദിക്കുക, സാർ എന്നാണ് നമ്മൾ തായ്ലൻഡിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്? ക്യാൻ യു ഗെറ്റ് മീ? ഓക്കെ. അപ്പൊ അങ്ങനെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതിപ്പിക്കുന്ന തരത്തിലായിരിക്കണം. അതാണ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നമ്മളെ ആറ്റിറ്റ്യൂഡ്. ആ പ്രൊഡക്റ്റിനോട് മറ്റുള്ളവർക്ക് കൊതി തരുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. നമ്മൾ തന്നെ ഇവരോട് പറയാണ്, എന്താ പറയണത്, ഇപ്പോ തീരെ പോരട്ടോ ഷെഡ്യൂൾ. ഇപ്പൊ നിങ്ങൾ മണാലിയൊക്കെ ഇപ്പൊ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ ആകെ പോകട്ടോ, അവിടെ തീരെ ശരിയില്ല. ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയാണ്, ഈ പ്രൊഡക്റ്റ് ഇപ്പൊ നിങ്ങൾ എടുക്കണം എന്നില്ല, ഇങ്ങനെയാണ് പറയണെച്ചെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ നെഗറ്റീവായ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യമുണ്ട് എങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക? എന്നാൽ പിന്നെ ഇവൻ എന്തിനാണ് ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത്? അങ്ങനെ വിൽക്കുന്ന സമയത്ത് അവർക്ക് എന്ത് തോന്നും? ഇവൻ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് അപ്പൊ എന്തായി മാറും? നെഗറ്റീവായി മാറും. അടുത്ത സാധനമാണ്, പല സെയിൽസ് സ്റ്റാഫിലും പല ടെലികോളേഴ്സിലും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഓർഗനൈസേഷനെ കുറിച്ച് നെഗറ്റീവ് പറയും. ഉദാഹരണത്തിന്, ഇവിടുത്തെ MD കുറച്ച് ചൊറയാണ് കേട്ടോ, അയാളെ സ്വഭാവം അത്ര ശരിയല്ല കേട്ടോ, മൂപ്പരാള് കുറച്ചൊരിതാണ് കേട്ടോ, അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഈ കമ്പനിയിൽ അത്ര ഒരു ഉറപ്പ് തരാൻ എനിക്ക് പറ്റൂല കേട്ടോ. ഓർഗനൈസേഷനെ കുറിച്ച് നമുക്ക് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വേറൊരാൾ ഈ ഓർഗനൈസേഷൻ വാങ്ങുക? ക്ലിയർ ആണോ? അപ്പോ ചിലപ്പോ ഷാനിധി ട്രെയിൻ ചെയ്യുന്ന കുട്ടിക്ക് ഒരാള് ഫോൺ ചെയ്യുമ്പോൾ ആ കുട്ടി അപ്പോഴത്തെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി ചിലപ്പോ പറയായിരിക്കും, ഇവിടുത്തെ കുറച്ച് സ്റ്റാഫുകൾ അങ്ങനെ ഉണ്ട് കേട്ടോ, ഇവിടെ കുറച്ച് സ്റ്റാഫുകൾ അങ്ങനത്തെ ഒരു മോശം പെരുമാറ്റം ഉണ്ട് കേട്ടോ എന്ന് പറയുമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പറയുമായിരിക്കും. തായ്ലാന്റ് കൊടുക്കുന്ന വേറെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ അതിന്റെ ഒരു ഡിസ്റ്റൻസ് ആയിട്ട്, അത് ഡീപ്പായിട്ട് അത് നമ്മളെ ഓർഗനൈസേഷനിൽ ഞാൻ എന്ന വ്യക്തിയെയും ബാധിക്കും. ഉദാഹരണത്തിന്, ഞാൻ ഹയറിംഗ് ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ക്ലാസ് എടുക്കാറുണ്ട്. ഒരു കമ്പനിയിലേക്ക് ഒരു എംപ്ലോയിനെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, വൈ ഡിഡ് യു ലെഫ്റ്റ് ഫ്രം യുവർ ലാസ്റ്റ് ജോബ് എന്ന് ചോദിക്കുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലാസ്റ്റ് പ്രൊഫഷനിൽ നിന്ന് ഒഴിവായി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ കുട്ടി പറയണേ, സാർ അവിടെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു സാർ, അവിടുത്തെ മുതലാളിയുടെ ഭാഗത്ത് നിന്ന് എനിക്കുണ്ടായ പെരുമാറ്റം ഭയങ്കര ഇതായിരുന്നു സാർ, ആ കമ്പനി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു സാർ എന്നുള്ള ഉത്തരമാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ അയാളെ എടുക്കുകയില്ലേ?
ഇല്ല ഗോപി എടുക്കോ? ഇല്ല ഇല്ല എന്തുകൊണ്ടാണ് നമ്മൾ അയാൾ എടുക്കാതിരിക്കുന്നത്? നാളെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവര് വേറെ കുറ്റം പറയും. അതെ, ആബ്സല്യൂട്ട്ലി. അപ്പൊ നാളെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ ആയിരിക്കും പറയാ. അപ്പൊ അവരൊരു നെഗറ്റീവ് ആണെന്ന് ഫീൽ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഒരിക്കലും ടെലികോളിലൂടെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കമ്പനിയോട് പല പ്രശ്നങ്ങളും ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ പല പ്രശ്നവും ഉണ്ടാവും. അപ്പൊ ആ പ്രശ്നങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് ടെലികോളിൽ നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. ഇനി അവർക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു വെച്ചോ, സപ്പോസ് നിങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല, പക്ഷെ സാറിനെ പോലത്തെ ഒരു കസ്റ്റമറുടെ അഭിപ്രായം ഞങ്ങൾക്ക് വാല്യുബിൾ ആണ്, ഞങ്ങളത് രേഖപ്പെടുത്തി വെക്കുകയാണ് സാർ, ഞാനിത് എന്റെ ടീമുമായി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ സാറിലേക്ക് തിരിച്ചു വരും. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു സമയം നമുക്ക് കിട്ടുകയാണ്. ഉദാഹരണത്തിന് ഇവിടുന്ന് വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ അടിച്ചാക്ഷേപിച്ച് നമ്മളെ കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട സാധനം എന്താണ്, മുഴുവനായി കേട്ടിട്ട് ഒരിക്കലും ആദ്യം കുറച്ച് സമയം അയാൾ കേൾക്കണം കേട്ടോ, അല്ലാണ്ട് ഒരിക്കലും ആദ്യം തന്നെ കയറിയിട്ട് സാറിന്റെ കംപ്ലൈന്റ് വളരെ വാല്യുബിൾ ആണ്, ഞാൻ പറഞ്ഞ് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ എടുക്കും. അപ്പൊ ആദ്യത്തെ കുറച്ച് സമയം ഇങ്ങനെ വളരെ നൈസായി അയാൾ ഇങ്ങനെ കേട്ട് കേട്ട് കേട്ട്, ഈ കേൾവിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ എന്ത് കമ്പനിയാണ്, ഇങ്ങനത്തെ കമ്പനി ഞാൻ നിന്നല്ല കേട്ടോ പറയുന്നത്, പക്ഷെ ഇവിടുത്തെ കമ്പനി ചെയ്യുന്നത് നീ ഓക്കെ ആണ് കേട്ടോ, എന്നാലും അങ്ങനെ പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കര ഫയറിൽ വന്ന ആളുകൾ നമ്മൾ കേട്ട് 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 പിന്നെ അവർ കൂളാവും. പിന്നെ അവർ പറയും പിന്നെ ഞാൻ അന്നല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ ഇവിടുത്തെ സിസ്റ്റത്തിന്, അങ്ങനെ അവർ പിന്നെ നമ്മൾ അവരെ കേട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് നമ്മളോട് ഇഷ്ടം വരും. ഇതിലൊക്കെ കുറച്ച് കേസുകളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി അത് മാത്രം ആലോചിക്കണ്ട, ഞാൻ പറയുന്ന ഒരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഒരു 80% ആണ് ശരിയാവുള്ളൂ. ബാക്കി കുറെ സാധനം നമ്മളെ ക്രിയേറ്റിവിറ്റിയാണ്. ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് അപ്പൊ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടി വരും. ഇപ്പോ പണ്ടൊരു ഹോട്ടലിൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി, ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇപ്പോൾ ഇത് ഉള്ള കഥയാണോ ഇല്ലാത്ത കഥയാണോ എന്ന് എന്നോട് ചോദിക്കരുത്, പക്ഷെ എനിക്ക് ഈ കഥ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹോട്ടലിൽ കയറിയപ്പോൾ, വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ അയ്യേ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കുകയാണ്. കൈ ഇങ്ങനെ പൊക്കുമ്പോ ആ സാമ്പാറിൽ നിന്ന് ഒരു ചത്ത എലിയെ കിട്ടിയതാണ്, ഒരു ചെറിയ ചുണ്ടലിയെ സാമ്പാറിന് ഇടുന്ന. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ വെണ്ടക്ക കഷ്ണത്തിന്റെ കൂടെ ആ മുരിങ്ങാക്കായിന്റെ അടുത്തായിട്ട് ഒരു ചത്ത എലി ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ആലോചിച്ച് നോക്ക്. അപ്പോ ഈ എലി എടുത്തിട്ട് ഇയാൾ ഇങ്ങനെ പൊക്കിയിട്ട് എലിന്ന് പറയാൻ നിന്നോടുകൂടി ഓണർ വന്നിട്ട് പറഞ്ഞു എന്ത് എലി, ഇത് മുരിങ്ങാക്കായാണെന്ന് പറഞ്ഞിട്ട് അയാൾ എടുത്ത് കഴിച്ചു എന്നാണ് പറയണത്. സി അയാൾ അവിടെ ഒരു എലി, ഞാൻ ഉള്ള കഥയാണോ ഇല്ലാത്ത കഥയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അയാൾ അവിടെ ആ മുരിങ്ങാക്കായി കഴിച്ചത് കൊണ്ട് അയാൾക്ക് ഒരു 10 കൊല്ലം കൂടി ജീവിക്കാം, അല്ലെങ്കിൽ നാട്ടുകാർ അയാളെ തല്ലിക്കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും അയാളുടെ ഷോപ്പിൽ നെഗറ്റീവ് വരിക. അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ട ചില സാധനങ്ങൾ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ ഇതൊരു കഥയാണ്. ഇനി നാളെ പോയിട്ട് ആരും എലിയെ തിന്നാൻ നിൽക്കണ്ട, പക്ഷേ സത്യം ഇത് കേൾക്കുന്നില്ല, ഭാഗ്യം. എലീനെ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവൂലേന്ന്. ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നുള്ളതല്ലേ പവിത്ര ചോദിച്ചത്? വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഡയറ്റീഷ്യൻ, അവരുമായിട്ട് ഒരു സിറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഈ ജാതി ആൾക്കാരോട് ഞാൻ ഈ കഥ പറഞ്ഞ ഞാൻ വിട്ട്. അപ്പോ ഇത്രേ ഉള്ളൂ, സൂപ്പർ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റിവിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ രണ്ടാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് എന്താ വെച്ചാൽ ഓർഗനൈസേഷൻ, നമ്മളെ കമ്പനിയെ കുറിച്ച് നമ്മൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു സെയിൽസ്മാന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോ ആറ്റിറ്റ്യൂഡ്, 4 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് പറഞ്ഞു. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനോടുള്ള ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡുകൾ 5ാമത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു 4ാമത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ്. മാർക്കറ്റ്, അതായത് നമ്മുടെ മാർക്കറ്റിനോട് നമുക്കുള്ള ആറ്റിറ്റ്യൂഡ്. ചില ആൾക്കാർ ഒരു പ്രത്യേകത ഉണ്ട്, ഇപ്പൊ ഭയങ്കര മോശം, ഇപ്പൊ ബിസിനസ് ഭയങ്കര ഡെഡാ, ബിസിനസ് സെറ്റ് ആവണേ ഇല്ല കേട്ടോ, ഇപ്പൊ ഒന്നും നടക്കണില്ല, ഇപ്പൊ മാർക്കറ്റ് ഭയങ്കര ഡള്ള. എപ്പോഴും ചോദിച്ചാൽ ഇവര് തന്നെയാ പറയാം, മാർക്കറ്റ് ഉഷാറായ ഒരു സമയം ഇവർക്ക് ഉണ്ടാവില്ല. അപ്പോ ആരാ അവിടെ വിനീഷേട്ടന്റെ കുട്ടി പറയുന്നു. അപ്പോ എന്താണ്, നോർമലി മാർക്കറ്റിനെ കുറിച്ച് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം. നെജ്മ പറയണത് എന്താണ്, മാർക്കറ്റിൽ ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ നന്നായിട്ട് മൂവിങ് ആണ്, ഈ ഒരു സാധനം ഭയങ്കര ഡിമാൻഡഡ് ആണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കര ഓക്കെ ആണ്, നിങ്ങൾ ഈ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് അങ്ങനെ ആവും. ഈ ഒരു ആഭരണമാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെടില്ല, കാരണം ഇത് അങ്ങനത്തെ വളയാണ്, ഇത് ഇങ്ങനത്തെ വളയാണ്. പിന്നെ നിങ്ങൾ ഇപ്പൊ ഈ ഒരു പ്രൊജക്റ്റിൽ, നമ്മുടെ ഈ ഒരു പോപ്പുലർ ഗോൾഡിന്റെ ഈ ഒരു സ്കീമിൽ നിങ്ങൾ ഇപ്പൊ ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതൊരു 5 കൊല്ലം കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, മറ്റുള്ളതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും. അതല്ലെങ്കിൽ നമ്മളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങൾ നാളെ അടുത്ത
അടുത്തൊരു കൊല്ലം എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് ആളുകൾ സ്വീകരിക്കുന്ന ഒരു കോഴ്സ് ഇതാണ്. ഈ രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൊഡക്റ്റിനെ നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. ഇപ്പൊ മാർക്കറ്റ് ഇപ്പൊ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇപ്പൊ മോശമല്ലേ, എന്നാ പിന്നെ നന്നാവുമ്പോൾ എടുക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട സാധനം എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാവണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ രണ്ട് വസ്തുക്കൾ വെക്കുകയാണ്. ഒന്നൊരു കോമ്പസ് ആണ് വെക്കുന്നത്, ഒരു കോമ്പസ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടൈമർ ആണ് വെക്കുന്നത്, ഒരു സമയം നിശ്ചയിക്കുന്ന ഒരു സാധനമാണ് വെക്കുന്നത്. ഒന്നാമത്തത് കോമ്പസ്, ദിശ നിർണ്ണയിക്കുന്ന കോമ്പസും സമയം നിർണ്ണയിക്കുന്ന ടൈമറും വെക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഏതാണ് തിരഞ്ഞെടുക്കുക? ടൈമർ. അത് കുറച്ച് അതുപയോഗിച്ച് കുറെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ടൈം ട്രാവൽ നടത്താൻ പറ്റുമെന്നാണോ ചോദിച്ചത്? ഏതാണ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എഴുതാം. എന്തുകൊണ്ട് ഏത് തിരഞ്ഞെടുക്കുന്നു? ഈ ടൈമർ തിരഞ്ഞെടുത്താലേ കാലങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ലില്ല, കാലങ്ങൾ സമയമുണ്ട് നിങ്ങളുടെ കയ്യില്. സമയം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈമാണോ കാലാണോ ചാറ്റ് ബോക്സിൽ എഴുതാം കേട്ടോ. ഓക്കെ, ടൈമർ. ആരൊക്കെയാണ്? മഞ്ജു ടൈമാണ്. ഓക്കെ, ചാറ്റ് ബോക്സ്. ഓക്കെ. ഞാൻ സ്റ്റക്ക് ആണോ? മഞ്ജു ഞാൻ സ്റ്റക്ക് ആണോ? ആയിരുന്നു, ഇപ്പില്ല. മഞ്ജു നസീമ മിസ്സിനോട് ഒന്ന് എന്റെ ഇന്റർനെറ്റ് ഒന്ന് നോക്കാൻ പറയാം, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. നസീമ മിസ്സിനോടൊന്ന് എന്റെ ഇന്റർനെറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ. സോ ടൈം, ഒരാള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ടൈം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഷാനിദ് ടൈം ചൂസ് ചെയ്യുന്നത്? ഷാനിദ്, ടൈം ഒരു ഡയറക്ഷൻ, അതാണ് ദിശ അല്ലെങ്കിൽ സമയം. ആർക്കുത്തരം പറയാം കേട്ടോ, ആർക്കുത്തരം പറയാം. സംസാരിക്കാൻ കഴിയുന്ന, ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കുത്തരം പറയാം. നെറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ഇപ്പം കയറി വരും. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയാം. ഇപ്പൊ കാണുന്നുണ്ടോ ഷുക്കൂർ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഷാനിദ് ഓക്കെ ആണോ? ഹലോ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ. എന്താ പറഞ്ഞേ? ഹലോ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല, അത് വേറെ ഏതോ ഒരു കണക്ഷന്റെ പ്രശ്നമാണോ? സാറ് സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. തകഴി ശിവശങ്കര പിള്ള കേൾക്കുന്നുണ്ടോ? തകഴി ശിവശങ്കര പിള്ള എന്ന് ഞാൻ പറയുന്നത് പോയി. ഓക്കെ, 1 സെക്കൻഡ്. എന്തോ ഒരു ഇന്റർനെറ്റ് ഇതാണ് കാണിക്കുന്നത്. വോയിസ് അടുക്ക് കട്ട് ആവുന്നുണ്ട് സാർ. ഓക്കെ, ഹലോ. ഇപ്പോഴോ? ഇപ്പോഴും ബ്രേക്ക് ആണല്ലേ? 1 സെക്കൻഡ്. ഹലോ. ഷാനിദ് ഇപ്പോഴും ബ്രേക്ക് ആണോ? ഹലോ ബാസിൽ, ഇപ്പൊ ബ്രേക്ക് ആണോ ബാസിൽ? ഷാനിദ് ഇപ്പൊ